കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയായ യുവതിയെ കാർ കയറ്റി കൊന്നുവെന്ന കേസിൽ ഒന്നാം പ്രതി അജ്മലിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ജാമ്യം അനുവദിക്കരുത് എന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി തള്ളി. കൊല്ലം സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് അജ്മൽ ഹൈക്കോടതിയെ സമീപിച്ചത്. ബോധപൂർവം കുറ്റം ചെയ്തിട്ടില്ല എന്ന് പ്രതി വ്യക്തമാക്കി. മനഃപൂർവ്വമുള്ള നരഹത്യാ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. മനഃപൂർവ്വമുള്ള നരഹത്യാ കുറ്റം നിലനിൽക്കില്ല എന്ന് പ്രതിഭാഗം വാദിച്ചു. രണ്ടാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിക്ക് സെഷൻസ് കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. ഓർക്കുക, സെപ്റ്റംബർ 15-നാണ് അജ്മലും ശ്രീകുട്ടിയും സഞ്ചരിച്ച കാറിടിച്ച് കുഞ്ഞുമോൾ മരിച്ചത്. മദ്യലഹരിയിൽ കാർ ഓടിച്ച അജ്മൽ സ്കൂട്ടറിൽ നിന്ന് വീണ കുഞ്ഞുമോളുടെ ദേഹത്ത് കാർ കയറ്റിയെന്നാണ് കേസ്. കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പ് പ്രതി അഖിൽ സി വർഗീസ് സ്ഥലം മാറ്റ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു. നഗരസഭയിലെ ക്ലർക്കായിരുന്ന അഖിലിനെ ചങ്ങനാശ്ശേരി നഗരസഭയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അഖിലിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്ന കാര്യം ഓർക്കുക. ഒളിവിൽ തുടരുന്നതിനിടെയാണ് തദ്ദേശ ജോയിന്റ് ഡയറക്ടർ പുറത്തിറക്കിയ പട്ടികയിൽ അഖിൽ ഉൾപ്പെട്ടത്. 2,39,00,000 രൂപ തട്ടിയ ഇയാളെ പിടികൂടാൻ സാധിക്കാത്തതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. അതേസമയം അഖിൽ സി വർഗീസിനെ സ്ഥലംമാറ്റ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് സാങ്കേതികമായ നടപടി മാത്രമാണ് എന്നാണ് തദ്ദേശ വകുപ്പിന്റെ വിശദീകരണം.